വെൽക്കം ബാക്ക് ടു ഫിനിക്സ് കോളേജ് വല്ലത്തൂർ. ഇന്ന് നവംബർ 8 ചൊവ്വാഴ്ച. ഇന്ന് കോളേജിൻ്റെ സ്പോർട്സ് ഡേ 2022 ഇത് നടക്കുന്നത് കോഴിച്ചന MSP ക്യാമ്പിൽ വെച്ചുകൊണ്ടാണ്. 3 ഹൗസുകൾ രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. റെഡ് ഹൗസ്, ഗ്രീൻ ഹൗസ്, ബ്ലൂ ഹൗസ്. ഇതിൽ ഓരോ ഹൗസിൻ്റെയും ക്യാപ്റ്റന്മാരായിട്ടുള്ളത് റെഡ് ഹൗസിൻ്റെത് മുരളി സാറും നിഷേർ ടീച്ചറും, അതുപോലെ തന്നെ ഗ്രീൻ ഹൗസിൻ്റെത് പ്രദീപ് സാറും റുബീന ടീച്ചറും, അതുപോലെ തന്നെ ബ്ലൂ ഹൗസിൻ്റെ ക്യാപ്റ്റൻ നസീർ സാറും പ്രജിത ടീച്ചറും. എന്തായാലും അടിപൊളി സ്പോർട്സ് ഡേ ആണ് ഇന്ന്. പ്രിയപ്പെട്ട അധ്യാപകൻ ഷാജി മാഷ് എത്തിയിട്ടുണ്ട്, അതുപോലെ പ്രദീപ് സാറ്, മുരളി സാറ്, നിഷേർ ടീച്ചർ എല്ലാവരും സന്നിധരായിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരും അധ്യാപികമാരൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും പരിപാടി ഉഷാറായി നടക്കും. കുട്ടികളെല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്. ഏത് ഹൗസ് വിജയിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ആ സന്തോഷ നിമിഷത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു കാരണവശാലും ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. വീണ്ടും
ഏകദേശം 100 മീറ്ററോ 200 മീറ്ററോ ഓട്ട മത്സരങ്ങൾ കഴിഞ്ഞ ശേഷം ഷോർട്ട് പുട്ട് മത്സരത്തിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിനായി എല്ലാ വിദ്യാർത്ഥികളും റെഡിയായിട്ടുണ്ട്. 3 ഹൗസും ഇപ്പോഴുള്ള പോയിന്റ് നില വെച്ച് നോക്കുമ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന റെഡ് ഹൗസ് തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ മത്സരത്തിൻ്റെ അവസാനം ആര് വിജയിക്കുന്നു കാത്തിരുന്ന് കാണാം. ഇതിൽ ഷോർട്ട് പുട്ട് മത്സരമാണ് നടക്കുന്നത്. ഗേൾസിൻ്റെ ഷോർട്ട് പുട്ട് മത്സരം പിന്നെ വൈലത്തൂർ ഫിനിക്സ് കോളേജിൻ്റെ സ്പോർട്സ് ഡേയുടെ അവസാനത്തെ മത്സരത്തിലേക്ക് കടക്കുന്ന 800 മീറ്റർ ഓട്ട മത്സരമാണ് അവസാനമായി നടന്നത്. അങ്ങനെ ഹൗസ് അടിസ്ഥാനത്തിൽ ആദ്യം റെഡ് ഹൗസ് മുന്നിട്ടുന്നെങ്കിലും അവസാന സമയത്ത് ബ്ലൂ ഹൗസ് 1ാം സ്ഥാനത്തെത്തുകയും റെഡ് ഹൗസ് 2ാം സ്ഥാനത്തേക്കും ഗ്രീൻ ഹൗസ് 3ാം സ്ഥാനത്തേക്കും അങ്ങനെ എത്തി ആവേശകരമായ ഈ സ്പോർട്സ് ഡേ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ എല്ലാ വിദ്യാർത്ഥികളും പോകാനായി തയ്യാറെടുക്കാൻ മുന്നോടിയായിട്ട് നമുക്ക് സമ്മാനദാന ചടങ്ങുകൾ ഓരോ മത്സര വ്യക്തിഗതമായിട്ട് മികവ് പുലർത്തിയ എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ പ്രിയപ്പെട്ട അജീഷ് മാഷ്, അതുപോലെ തന്നെ നമ്മുടെ നസീർ സാറ്, പിന്നെ പ്രജിത ടീച്ചർ, ഷംസീന ടീച്ചർ, ഇവരെല്ലാം സമ്മാനങ്ങൾ അവർക്ക് വിതരണം ചെയ്യുകയും മെഡലുകൾ വിതരണം ചെയ്യുകയും ഇതെല്ലാം വിദ്യാർത്ഥികൾക്കുള്ള പ്രചോദനമാണ്. കാരണം ഒരുപാട് കഴിവുള്ള വിദ്യാർത്ഥികളുണ്ട്, എല്ലാം പ്രൈവറ്റ് മേഖലയിൽ മാത്രം ഒതുങ്ങാതെ അവർക്കൊക്കെ ഒരുപാട് കഴിവുള്ള മക്കളാണുള്ളത്. എന്തായാലും ഓട്ട മത്സരത്തിലായാലും അതുപോലെ തന്നെ ജാവലിൻ ത്രോ, അങ്ങനെയുള്ള റിസ്ക് ത്രോ, അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ, ആ മത്സരങ്ങളൊക്കെ അവർ വ്യക്തിഗതമായിട്ടുള്ള ഒരു മികവ് പുലർത്തി. ഒരുപക്ഷെ ഭാവിയിൽ നല്ല സ്പോർട്സ്മാൻമാരായിരിക്കാം ഒരുപക്ഷെ അവർക്ക്. അതിനൊക്കെ നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തായാലും ഈ ഒരു പരിപാടി അത്യധികം സന്തോഷകരമായ ഒന്നായി തീർന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ പങ്കെടുത്തു, ഒരുപാട് വിദ്യാർത്ഥികൾ പങ്കെടുക്കാതിരുന്നു. ഇതെല്ലാം അവർക്ക് നല്ലൊരു ഓർമ്മകളാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം ഈ വീഡിയോ യൂട്യൂബിൽ നിന്ന് കാണുമ്പോഴും അവരുടെ ഏറ്റവും നല്ല ഓർമ്മകൾ തന്നെയായിരിക്കും ഈ ഒരു ദിവസം എന്നതിൽ യാതൊരു സംശയവുമില്ല. നവംബർ 8 ചൊവ്വാഴ്ച എന്ന് പറയുന്നത് വൈലത്തൂർ ഫിനിക്സ് കോളേജിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത്രയും ആഹ്ലാദകരമായ നിമിഷം തന്നെയാണ്. കാരണം കഴിഞ്ഞ 2-3 വർഷങ്ങളായി കൊറോണ കാരണം കോളേജിലൊരു പ്രോഗ്രാമും കൃത്യമായിട്ട് നടന്നിട്ടില്ല. എന്തായാലും ഈ വർഷത്തെ വിദ്യാർത്ഥികൾ
21, 22 ബാച്ചിലെ വിദ്യാർത്ഥികൾ അത് ആ ഒരു വിഷമം തീർത്ത് അവർ അടിച്ചു പൊളിച്ച് എന്തായാലും സ്പോർട്സ് ഡേ ഒക്കെ നടത്തി ഉഷാറായി. ഇതിനൊക്കെ എല്ലാം ക്രെഡിറ്റ് എന്ന് പറയുന്നത് കോളേജ് യൂണിയനാണ്. യൂണിയനെ സംബന്ധിച്ച് രാവിലെ ഒരു പുലർച്ചെ 6-7 മണി വരുമ്പോൾ എത്തി ഗ്രൗണ്ടൊക്കെ സജ്ജീകരിച്ച് അതൊക്കെ ആ യൂണിയൻ ഭാരവാഹികളുടെ പ്രത്യേകിച്ച് യൂണിയൻ ചെയർമാനൊക്കെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അതായത് യൂണിയൻ്റെ വിദ്യാർത്ഥികൾ വളരെയധികം ഭംഗിയാക്കാൻ പരിപാടി ഏകദേശം കളർഫുള്ളാക്കാൻ ഇത്രയും കഴിഞ്ഞു തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ അനുഭവം തന്നെയാണ്. അതൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഈ ഒരു സ്പോർട്സ് ഡേ എന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി കായികപരമായിട്ട് കഴിവുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട് എന്നതാണ് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം. പഠനത്തിൽ ചെറിയ പിന്നോക്കം ഉണ്ടെങ്കിലും തന്നെ അവരെ സംബന്ധിച്ച് കലാപരമായിട്ടും കായികപരമായിട്ടും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന നല്ല മികവുറ്റ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ച് വിദ്യാർത്ഥികൾ നമ്മുടെ ഫിനിക്സ് കോളേജിൽ കിട്ടി എന്നതാണ് ഈ ഒരു സ്പോർട്സ് ഡേ കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതെന്തായാലും ആ വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെന്തായാലും ആ പഠനത്തിലും കൂടി അതിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് അവർക്ക് എത്താൻ കഴിയുമെന്നതിൽ യാതൊരു സംശയം തന്നെ ഇല്ല. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ മികവ് അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ വളരെയധികം സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ അവർക്ക് നൽകിയ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് അധികാരികളൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനൊക്കെ മാക്സിമം ഞങ്ങളൊക്കെ ശ്രമം നടത്താറുണ്ട്. ഞങ്ങളുടെ മുൻകാലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജുകളും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയൊക്കെ മുൻകാലങ്ങളിലും ഒരുപാട് വിദ്യാർത്ഥികൾ കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു സംശയം വേണ്ട, അവരുടെ കഴിവുകളെ തേച്ച് നീക്കി ഉഷാറാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഭാവിയിൽ ഉസൈൻ ബോൾട്ടോ PT ഉഷയൊക്കെ ആയി മാറിയേക്കാം നമ്മുടെ ഫിനിക്സ് കോളേജിലെ വിദ്യാർത്ഥികൾ എന്നതിൽ യാതൊരു സംശയവും തന്നെ ഇല്ല എന്ന് ഞാൻ ഈ ഒരു നിമിഷം